സഹിക്കണം 20 മിനിറ്റ്. ഇരിക്കും, എല്ലാവരും ഇരിക്കും. ഹരേ കൃഷ്ണ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ മാതാജിയുടെ വീട്ടിൽ സത്സംഗം വെച്ചിരിക്കുകയാണ്. എന്തിനാ സത്സംഗം വെക്കണേ? എന്താ സത്സംഗത്തിന്റെ ആവശ്യം? വെറുതെ ഒരു രസത്തിന് വെച്ചതാണോ? എന്താ സത്സംഗത്തിന്റെ ആവശ്യം? മാതാജി എവിടെ? പ്രേമ മാതാജിനെ കാണാനില്ലല്ലോ. ബാക്കിയൊക്കെ പിന്നെ എന്തിനാ സത്സംഗം വെച്ചത്? നമ്മള് എന്തിനാ സത്സംഗം വെച്ചത്? മാതാജി എവിടെ ഇരിക്കേ? പ്രഭുക്കന്മാരെ അവിടെ ഇരുന്നോ? പ്രഭുക്കന്മാരെ അവിടെ ഇരുന്നോളൂ. പ്രഭു ഇരുന്നോളൂ, നിൽക്കണ്ട. ഇത്രയും റെസ്പെക്ട് വേണ്ട, ഇത്രയും റെസ്പെക്ട് വേണ്ട. കൃഷ്ണ. സത്സംഗത്തിന്റെ പ്രാധാന്യല്ലേ? അതായത് സാധുസംഘ ലവമാത്ര സാധുസംഘ സർവസിദ്ധിഹയ. അതായത് സത്സംഗത്തിന്റെ ഗുണം അല്ലേ? ഒരു ചെറിയ അളവിൽ പോലും നമുക്കത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. ഞാൻ ആദ്യം ഗുരുവിനെ ഒന്ന് വന്നിക്കട്ടെ കേട്ടോ. ഓം നമോ ഭഗവതേ വാസുദേവായ. 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 നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ജയപതാക സ്വാമിൻ ഇതി നാമിനേ. നമഃ ആചാര്യപാദായ നിത്തായ കൃപപ്രദായിനേ ഗൗരകഥാദാമദായ നഗരഗ്രാമതാരിണേ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद. हरे कृष्ण 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 हरे 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 राम 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 हरे हरे. ഹരേ കൃഷ്ണ. അപ്പോൾ നമ്മളിവിടെ മാതാജിയുടെ വീട്ടിൽ സത്സംഗം വെച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മാതാജിയുടെ മോൻ പോകണല്ലേ അടുത്ത ജൂലൈ 3 പോകണം. അപ്പോൾ പോണതിന് മുൻപ്
മാതാജിക്ക് ഒരു സത്സംഗം വെക്കണം എന്ന് വെച്ചതാണ്. അപ്പോൾ സജ്ജന സംസർഗത്തിന്റെ പ്രാധാന്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഒരു അളവിൽ അത് കിട്ടിയാലും നമുക്ക് വലിയ ഭയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അതാണ് സാധുസംഘ ലവമാത്ര സാധുസംഘ സർവസിദ്ധിഹയ എന്ന് പറയും. ചെറിയ സ്വല്പം അഭ്യസ്യ ധർമ്മസ്യ പ്രായതേ മഹതോഭയാത്. അതായത് ഈ ധർമ്മം നമ്മൾ കുറച്ച് ചെയ്താലും നമുക്ക് വലിയ ഭയത്തിൽ നിന്ന്, മരണഭയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അതാണിത് പറയണത്. ഇവിടെ ഭഗവാൻ ഒന്നേ പറഞ്ഞു തന്നിട്ടുള്ളൂ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭഗവത്ഗീത 18-ാം അധ്യായം 65-ാം ശ്ലോകത്തിൽ പറയണത്. അതായത് നമ്മൾ എവിടെ ചെന്നാലും എവിടെ ഇരുന്നാലും ഇപ്പോൾ ഒറ്റപ്പെട്ടോ എന്നുള്ളൊരു ഫീലിംഗ് മോനും വരില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഭഗവാന്റെ കൂടെയാണ് ഇരിക്കുന്നത് അല്ലേ. ഹൃദയത്തിൽ ഭഗവാനുണ്ട്. പിന്നെയോ നമ്മുടെ കൂടെ ഒരു പിക്ചർ ഉണ്ടായാൽ മതി ഭഗവാന്റെ. അതിലൂടെ നമുക്ക് ഭഗവാനെ കാണാൻ പറ്റും, ഭഗവാനോട് സംസാരിക്കാൻ പറ്റും. ഭഗവാൻ ഒറ്റ കാര്യം പറയണത്, മന്മനാഭവ മദ്ഭക്ത മധ്യാജി മാം നമസ്കുരു മാമേ വൈശ്യസി സത്യം തേ പ്രതിജാനേ പ്രയോസി മേ. അതായത് മന്മനാഭവ മദ്ഭക്ത, എൻ്റെ ഭക്തനാവുക. മന്മന, എന്നെ മനസ്സിൽ അല്ലേ, എന്നെ വിചാരിക്കുക, ഭഗവാനെ മനസ്സിൽ ചിന്തിക്കുക, ഭഗവാന്റെ ഭക്തനാവുക. പിന്നെയോ മധ്യാജീമാ നമസ്കുരു, എന്നെ നമസ്കരിക്കുക. ഭഗവാൻ ഇതൊക്കെയാണ് ഭഗവത്ഗീതയിൽ നമ്മളോട് പറഞ്ഞിരിക്കണേ. ഞാനാണ് ഈശ്വരൻ എന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. വേറൊരു ഗ്രന്ഥത്തിലും ആരും ഈശ്വരനാണ് ഞാനെന്ന് അവകാശപ്പെട്ടിട്ടില്ല. ഈവൻ ബൈബിളിൽ പറഞ്ഞിട്ടില്ല ഞാനാണ് ഈശ്വരൻ എന്ന്. യേശു എവിടെയും പറഞ്ഞിട്ടില്ല. അതുപോലെ അള്ളാഹുവും പറഞ്ഞിട്ടില്ല. അവിടെയും വേറെ ആരെയൊക്കെയാണ് ഈശ്വരനായിട്ട് പറയണത്. അതായത് കറക്റ്റ് ആ പറയുന്ന ആൾക്കാർ പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഈശ്വരനാണെന്ന്. പക്ഷെ ഇവിടെ കൃഷ്ണൻ ഭഗവത്ഗീത സംസാരിച്ചത് കൃഷ്ണനാണ്. കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയണത് ഞാനാണ് ഈശ്വരൻ. അഹം സർവസ്യ പ്രഭവോ, എല്ലാത്തിൻ്റെയും ഉറവിടം ഞാനാണ്, എല്ലാം എന്നിലാണ് എന്ന് പറയണത്. പലരും പല രീതിയിൽ എന്നെ അന്വേഷിക്കുന്നുണ്ട് അല്ലേ. പക്ഷെ ഏറ്റവും വ്യക്തിഗത രൂപത്തിൽ അന്വേഷിക്കാൻ എല്ലാവർക്കും സാധിക്കില്ല. അത് അതിനനുസരിച്ചുള്ള ഭാഗ്യം സിദ്ധിക്കുമ്പോൾ നമുക്ക് ആ വ്യക്തി രൂപത്തിൽ ഭഗവാനെ ആരാധിക്കാൻ പറ്റുള്ളൂ. പല തരത്തിലാണ് ഭഗവാൻ അന്വേഷിക്കുന്നത്. അപ്പോൾ പല രീതിയിൽ അന്വേഷിക്കുന്നുണ്ട്. അതിലെ ആദ്യത്തെ അതീന്ദ്രിയ ജ്ഞാനികളുടെ പേരാണ് ബ്രഹ്മജ്ഞാനികൾ എന്ന് പറയുന്നത്. അതായത് ഭഗവാനെ ഒരു തേജസ് ആയിട്ട് കണ്ടിട്ട് അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഭഗവാന് രൂപമില്ല, അതൊരു തേജസ് ആണെന്ന് വിചാരിച്ച് അതിന് തെറ്റ് പറയാൻ പറ്റും. അത് ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെയാണ്. ഭഗവാന്റെ ഒരു ശരീരത്തിന്റെ ദിവ്യ തേജസ്സിനെയാണ് അവർ ആരാധിക്കുന്നത്. പക്ഷെ അവര് എന്താന്ന് വെച്ചാൽ അതിൽ സ്റ്റോപ്പായി പോവാണ്. അതിന്റെ മുകളിൽ ഈ തേജസ് വരുന്ന ഒരു സ്ഥലം ഉണ്ടെന്ന് അവർക്ക് കാണാൻ പറ്റില്ല. അതായത് നമ്മൾ സൂര്യപ്രകാശം എല്ലാവിടെയും കാണണം. പക്ഷെ ആ സൂര്യപ്രകാശം വരുന്നത് സൂര്യനിൽ നിന്നാണല്ലോ. ആ ലോജിക്കിലേക്ക് അവർ എത്തുന്നില്ല. ആ പ്രകാശത്തെ മാത്രം കാണണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് വിദ്യാർത്ഥികൾ. അവരാണ് ബ്രഹ്മജ്ഞാനികൾ എന്ന് പറയുന്നത്. അതായത് അവര് ഈശ്വരന്റെ രൂപമില്ല എന്ന് പ്രാർത്ഥിക്കണം. അത് ഏത് മതക്കാരായിക്കോട്ടെ ഈശ്വരന്റെ രൂപമില്ല എന്ന് വിചാരിച്ച് ഈശ്വരനെ എല്ലാവിടെയും നിറഞ്ഞിരിക്കുന്ന ഒരു പ്രകാശമാണെന്ന് വിചാരിച്ചിട്ട് ഈശ്വരനെ പ്രാർത്ഥിക്കുന്നവര് അതീന്ദ്രിയവാദികളിലെ ആദ്യത്തെ സ്റ്റെപ്പാണ്. രണ്ടാമത്തെ കുറച്ചുകൂടെ ഉയർന്നു കഴിഞ്ഞാൽ അവിടെ തന്നെ നിൽക്കാണ്ട് പിന്നെയും അന്വേഷിച്ച് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് അവർക്ക് എത്താൻ പറ്റും. ചിലവർ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് അത് മാത്രമാണ് ഈശ്വരൻ, ബാക്കിയൊക്കെ തെറ്റാണെന്ന് പറഞ്ഞിട്ട് അതിൽ നിൽക്കും അവര്. അവര് തെറ്റൊന്നുമല്ല, അവർ ശരി തന്നെയാണ്. പക്ഷെ അവർ പൂർണ്ണ ശരിയിലേക്ക് എത്തിയിട്ടില്ല. രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എല്ലാവരുടെ ഹൃദയത്തിലും ഭഗവാനുണ്ട് എന്ന്. അതായത് പൂച്ച, പട്ടി, എലി, പുഴു, ഉറുമ്പ് അല്ലേ, അതുപോലെ മനുഷ്യര്, മൃഗങ്ങള്, ദേവന്മാരെ എല്ലാവരുടെ ഹൃദയത്തിലും പരമാത്മാവായിട്ട് ഈശ്വരനുണ്ട് എന്ന് മനസ്സിലാക്കുന്ന രണ്ടാമത്തെ ഗ്രൂപ്പ്. അത് ഇതിൽ പറയണുണ്ട്, ഈശ്വരന്റെ രൂപം പറയണുണ്ട്. അതായത് നമ്മൾ ഭാഗവതം 2-ാം സ്കന്ധത്തിൽ പറയുന്നുണ്ട്, ഈ ഒരു ചാപ്റ്റർ തന്നെ ഉണ്ട്, പരമാത്മാ സാക്ഷാത്കാരം. അത് ആ ശ്ലോകം 3 രീതിയിലുള്ള സാക്ഷാത്കാരം. ഇത് പരമാത്മാവിന്റെ രൂപത്തിനെ കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് പ്രഭു പറഞ്ഞ ശ്ലോകം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ സാക്ഷാത്കാരത്തിന്റെ ഒരു ശ്ലോകമാണ്. വദന്തി തത് വിദസ്തത്വം ജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദതേ. അതായത് 3 രീതിയിൽ ഈ ആൾക്കാർ ഭഗവാനെ കാണുന്നു. ഒന്ന് ബ്രഹ്മേതി, ബ്രഹ്മമായിട്ട്. 2 പരമാത്മേതി, അതാണ് രണ്ടാമത്തെ സാക്ഷാത്കാരം. എല്ലാവരുടെ ഹൃദയത്തിലും പരമാത്മാവായിട്ട് കൃഷ്ണ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ട്, നമ്മൾ ഒറ്റയ്ക്കല്ല. ഇപ്പൊ മോൻ അവിടെ പോയാലും പേടിക്കൊന്നും വേണ്ട, ഹൃദയത്തിൽ ഭഗവാൻ ഉണ്ട്. അച്ഛനും അമ്മയും പിരിഞ്ഞു അങ്ങനെയൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല, നിങ്ങളും വിഷമിക്കേണ്ട കാര്യമില്ല അല്ലെ. ഭഗവാൻ അവരുടെ കൂടെ ഉണ്ട് അല്ലെ, ഹൃദയത്തിലുണ്ട്. അതാണ് പരമാത്മാ സാക്ഷാത്കാരം. ഹൃദയത്തിൽ എങ്ങനെ ഇരിക്കണം എന്ന് പറയണ്ടേ, നമ്മുടെ തള്ളവിരലിന്റെ വലുപ്പത്തിൽ 8 ഇഞ്ച് 8 ഇഞ്ചല്ല 8 മാത്രാന്ന് പറയുന്നത്. ഇത്ര ഇത് ഈ ചെറുവിരലും തള്ളവിരലും തമ്മിൽ ഡിസ്റ്റൻസ് ഇല്ലേ, ഓരോരുത്തരുടെ ഹൃദയത്തിലും മനുഷ്യരുടെ ഹൃദയത്തിലുള്ളത് പറയണത് ആത്മധാരിയായിട്ടാണ് ഇരിക്കുന്നത്. ഭഗവാൻ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ശ്യാമളവർണ്ണം, നീല ശ്യാമ വർണ്ണത്തിലാണ് ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ. നമ്മൾ ഹൃദയത്തിലേക്ക് നോക്കണില്ലല്ലോ,
ശരിക്കും അതിനാണ് ധ്യാനയോഗികൾ. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അതായത് യോഗികൾ ഇങ്ങനെ ധ്യാനിച്ചിട്ട് അവരുടെ ഹൃദയത്തിൽ പരമാത്മാവിനെ കണ്ടെത്തുന്നവരാണ്. അവരുടെ ഹൃദയത്തിൽ മാത്രമല്ല എല്ലാവരുടെ ഹൃദയത്തിലും അവരത് മനസ്സിലാക്കും. അപ്പൊ അവരൊരു ഭേദഭാവം കാണില്ല ആരിലും. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് അരവിന്ദ് പ്രഭു രാവിലെ പറഞ്ഞില്ലേ, പട്ടിയിലാണെങ്കിലും ആരിലാണെങ്കിലും ഒരേ വ്യക്തി ഉണ്ടല്ലോ ഉള്ളത്. പിന്നെ നമുക്ക് ഭേദഭാവം കാണാൻ പാടില്ല. കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭഗവാനെ തന്നെയാണ് നമ്മൾ ഭേദഭാവം കാണും. ശരീരത്തിന്റെ രൂപത്തിൽ മാത്രമാണ് വ്യത്യാസമുള്ളൂ. ഹൃദയത്തിന്റെ ഉള്ളിൽ എല്ലാവരും ഇരിക്കുന്നത് ഒരേ ആളുടെ വിസ്തരണം തന്നെയാണ് പരമാത്മ. അപ്പൊ അദ്ദേഹത്തിന്റെ ഭംഗിയൊക്കെ ഒരുപാട് വർണ്ണിക്കുന്നുണ്ട്. അദ്ദേഹം എന്താണ് പറയുക, അരഞ്ഞാണിട്ടുള്ളതും വനമാല ഇട്ടിട്ടുണ്ട്, പിന്നെ കിരീടം, സ്വർണ്ണ കിരീടം ധരിച്ചിട്ടുണ്ട്, അതിൽ മുഴുവൻ പവിഴങ്ങൾ പതിച്ചിട്ടുണ്ട്, ഒരുപാട് മാലകള്, രത്നമാലകൾ, മുത്തുമാലകൾ അണിഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ പാദസ്വരങ്ങള് അണിഞ്ഞിട്ടുണ്ട്, വളകൾ അണിഞ്ഞിട്ടുണ്ട്, ചുണ്ടിന്റെ കളർ വില്ലുപ്പഴം പോലെ ചുവന്ന ചുണ്ടുകള്, പല്ലിന്റെ ഭംഗിയൊക്കെ പറയുന്നുണ്ട്, ശംഖ് പോലത്തെ കഴുത്താണ് ഭഗവാന്റെ. അപ്പൊ ഇങ്ങനത്തെ ഭംഗി ഈ രൂപത്തിലാണ് നമ്മുടെ ഹൃദയത്തില് ഭഗവാൻ ഇരിക്കുന്നത്. അപ്പോൾ അത് സെക്കൻഡ് സാക്ഷാത്കാരം. മൂന്നാമത് വന്നിട്ട് ഈ സെക്കൻഡ് സാക്ഷാത്കാരത്തിൽ നിന്നും ഒരു ഉറവിടുണ്ട്. അതാണ് ഭഗവാൻ സാക്ഷാത്കാരം. ഭഗവാൻ ഇതി ശബ്ദതേ. അതാണ് ഏറ്റവും ടോപ്പ് മോസ്റ്റ് റിയലൈസേഷൻ. അതാണ് വൈഷ്ണവ ആചാര്യന്മാര് നമ്മുടെ പരമ്പരയൊക്കെ ആ ടോപ്പ് മോസ്റ്റ് റിയലൈസേഷൻ ആണ്. എന്താണ്? ഭഗവാൻ സാക്ഷാത്കാരം. വ്യക്തി രൂപത്തില് ഭഗവാനായിട്ടുള്ള റിലേഷൻഷിപ്പാണ് അല്ലെ? ഭഗവാന്റെ വിഗ്രഹ രൂപത്തിൽ. ഇപ്പൊ നമുക്ക് അർച്ചാ വിഗ്രഹ രൂപത്തിലാണ് നമ്മുടെ വീട്ടിലെ വിഗ്രഹങ്ങൾ കണ്ട്, മൂർത്തി, ലഡ്ഡുഗോപാൽ വിഗ്രഹങ്ങള്, രാധാകൃഷ്ണ വിഗ്രഹങ്ങളൊക്കെ നമ്മൾ വ്യക്തി രൂപത്തിലുള്ള ആരാധന. അത് നമ്മൾ സാധാരണ മണ്ടന്മാര് ചെയ്യുന്നതാണെന്ന് ആൾക്കാർ പറയും. വിഗ്രഹാരാധന മണ്ടന്മാരല്ല, ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഭക്തരാണ് വിഗ്രഹാരാധന ചെയ്യാൻ അവർക്ക് സാധിക്കുള്ളൂ. അവര് വിഗ്രഹത്തിലൂടെ ഭഗവാന്റെ, ആ ഗോലോകത്തെ ഭഗവാന്റെ അല്ലെങ്കിൽ വൈകുണ്ഠത്തിലെ ഭഗവാനെ സംസാരിക്കും. അപ്പൊ ഗോലോകത്തിലെ രൂപം, വൈകുണ്ഠ രൂപം എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ എന്താണ് വൈകുണ്ഠ രൂപം, ഗോലോക രൂപം? ഗോലോകത്തിലെ തന്നെ കൃഷ്ണ ഭഗവാൻ ഏറ്റവും ആദി മൂലം എന്ന് പറഞ്ഞ കൃഷ്ണ ആണ്. രാധാകൃഷ്ണന്മാരാണ് ആദി മൂലം. ആദ്യമായിട്ടുണ്ടായിട്ടുള്ളത് പറഞ്ഞാൽ അവർക്ക് ആദ്യം അന്ത്യം ഇല്ല. ആ ആളാണ് കൃഷ്ണന്റെ ആദിനി ശക്തിയാണ് രാധാറാണി. ഇവരിൽ നിന്നാണ് എല്ലാവരും വന്നിരിക്കുന്നത്. കൃഷ്ണ ഭഗവാൻ വന്നിട്ട് നാരായണ രൂപത്തിൽ വിസ്തരിക്കും വൈകുണ്ഠ ലോകത്തിലേക്ക്. അപ്പൊ രാധാറാണി വന്നിട്ട് ലക്ഷ്മിമാരായിട്ട് വിസ്തരിച്ചിട്ട് നാരായണന്റെ ഒപ്പം ലക്ഷ്മിയായിട്ട് വാഴും. കൃഷ്ണ ആയിരിക്കുമ്പോൾ 2 കൈയാണ് ഓടക്കോയിലുള്ളതാണ്. നാരായണ രൂപത്തിൽ വരുമ്പോൾ എങ്ങനെയാണ്? 4 കൈയായി, ശംഖ, ചക്ര, ഗദ, പത്മധാരിയായിട്ട് ഒരു ഐശ്വര്യഭാവം. ഗോലോക വൃന്ദാവനത്തിലൊരു മാധുര്യ ഭാവത്തിലായിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ക്ലോസ് ആയിട്ട് ഭക്തന്മാരായിട്ട് ലീലകളാടി ആനന്ദിച്ച്, ഗോപികമാരായിട്ട് അങ്ങനത്തെ രസങ്ങള്, യശോദ നന്ദഗോപുരൊക്കെ ആയിട്ട് വാത്സല്യ രസത്തിലും ഒക്കെ ഇരിക്കുന്ന ഭഗവാനാണ് ഗോലോക വൃന്ദാവനത്തില്. ദ്വാരകയിലുള്ള റാണിമാരായിട്ടുള്ള ഭാര്യ ഭർത്തൃബന്ധം, അങ്ങനെയൊക്കെയാണ് ഗോലോകത്തിലെ കൃഷ്ണൻ. പിന്നെ വൈകുണ്ഠത്തിലേക്ക് വരുമ്പോൾ ഭഗവാൻ ഒരു ഐശ്വര്യഭാവം, ഒരു സർ പദവിയിലേക്ക് വന്നു. മാധുര്യഭാവം വിട്ടിട്ട് ഒരു ഐശ്വര്യഭാവത്തിലേക്ക് വരികയാണ്. ഐശ്വര്യഭാവം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മുടെ ഹസ്ബൻഡ് തന്നെ ജഡ്ജിയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ കളക്ടറാണെന്ന് വിചാരിക്കുക. വീട്ടിലാവുമ്പോൾ ഒരു മാധുര്യഭാവമായിരിക്കും അല്ലെ? വീട്ടിലെ ഭാര്യയോടും കുട്ടികളോടൊക്കെ സാധാരണ കളിച്ചിരി തമാശയൊക്കെ പറഞ്ഞ ഇതേ വ്യക്തി ജഡ്ജി ആണെങ്കിൽ അദ്ദേഹം കോടതിയിൽ ഭയങ്കര ഒരു പവർഫുൾ ആയിട്ടിരിക്കില്ലേ? അതുപോലെയാണ് ഭഗവാൻ ഐശ്വര്യഭാവത്തിൽ. ഓഫീസ് സെറ്റപ്പാണ് അത് വൈകുണ്ഠ ലോകം. അപ്പൊ വൈകുണ്ഠ ലോകത്തേക്ക് വരുമ്പോ കൃഷ്ണ ഭഗവാൻ ഐശ്വര്യഭാവ സത്യം വൈകുണ്ഠത്തിൽ പോകും. ഗോലോകത്ത് പോണേ ആരുടെ നാമം ജപിക്കണം? കൃഷ്ണനാമം ജപിക്കണം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഈ നാമം ജപിക്കുമ്പോൾ ഗോലോക വൃന്ദാവനത്തിൽ പോകാൻ പറ്റും. പിന്നെയോ നാരായണ നാമം പറയുമ്പോൾ അത് ഏത് രൂപത്തിന് നമ്മൾ സങ്കല്പിച്ചിട്ടാണോ നാരായണ നാമം ജപിക്കുന്നത് അതത് ലോകത്ത് പോകും. അതായത് നമ്മൾ വരാഹമൂർത്തിനെയാണ് സങ്കല്പിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വരാഹ ലോകമുണ്ട്. ലക്ഷ്മി വരാഹമൂർത്തി ആ ലോകമുണ്ട്. നരസിംഹമൂർത്തിയെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നരസിംഹ ലോകം വേറെയുണ്ട്. ശ്രീരാമനെ പ്രാർത്ഥിക്കുന്നവർക്ക് അയോധ്യ വേറെ ഉണ്ട്. വൈകുണ്ഠങ്ങൾ കോടിക്കണക്കിനുണ്ട്. അതിൽ അയോധ്യ ഉണ്ട്, അവിടെ ഹനുമാൻ സ്വാമി ഉണ്ട്, സീതാരാമ ലക്ഷ്മണന്മാര് ഒക്കെ ഉണ്ട് അവിടെ. സാകേത ശ്രീരാമന്റെ അങ്ങനെ. അപ്പോൾ നമ്മൾ ഏത് ഭാവത്തിന് ആഗ്രഹിച്ചാലും അതേ ഭാവത്തിന് പ്രാപിക്കും. എന്താണോ നമുക്ക് വേണ്ടത് ആ രീതിയിൽ നമ്മൾ ഭഗവാനെ ആഗ്രഹിച്ച് അതേ മൂർത്തികളെ മനസ്സിൽ ധ്യാനിച്ച് അതേ മന്ത്രം ജപിക്കുമ്പോൾ മരണശേഷം നമ്മൾ ഉടൻ ശരീരം ത്യജിക്കുമ്പോൾ ആ ലോകത്ത് പോകും. ഇനി പിന്നെ പോവാതിരിക്കണം, നമ്മൾ അപരാധങ്ങളൊക്കെ ചെയ്തിരിക്കണം. തെറ്റുകൾ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ പോവാതിരിക്കുള്ളൂ. തെറ്റുകളൊന്നും പരമാവധി നമ്മൾ അപരാധങ്ങളൊന്നും ചെയ്യാതെ പരിശുദ്ധമായ നാമം ജപിക്കുകയാണെങ്കിൽ ഏത് രൂപത്തെ ധ്യാനിക്കണോ അതേ രൂപത്തിലേക്ക് മരിച്ചു കഴിഞ്ഞാൽ പോകും. ഇതാണ് ഇത് പ്രാക്ടീസ് ചെയ്യാനാണ് നമ്മൾ സത്സംഗം അല്ലെ? സത്സംഗം ചെയ്യുമ്പോഴല്ലേ നമുക്ക് ഇപ്പോഴല്ലേ അതൊക്കെ അറിയണത്. അല്ലെങ്കിൽ നമ്മൾ എന്താ വിചാരിക്കും, സാധാരണ ജീവിക്കാനായിട്ട് ഈശ്വരന്റെ അനുഗ്രഹം വേണം അല്ലെ? അതിന് വേണ്ട അമ്പലത്തിൽ പോണു
ഇത്രയാണ് എനിക്കും പണ്ട് അറിയായിരുന്നുള്ളൂ. പക്ഷെ നമ്മൾ ഈശ്വരന്റെ ആണ്, നമ്മുടെ ജോലി അതാണെന്നുള്ളതൊന്നും അറിയായിരുന്നില്ല. നമ്മൾ ഈശ്വരന്റെ അംശമാണ്, നമ്മൾ ഈ ലോകത്തെ ആൾക്കാരെ അല്ല, നമ്മൾ ആത്മാവാണെന്നൊക്കെ നമ്മൾ ഗീതയിലെ പഠിക്കണേ അല്ലേ. നമ്മൾ ഈ ശരീരമേ അല്ല, ഇതിന്റെ ഉള്ളിലിരിക്കണ ആത്മാവാണ്. നമ്മൾ ശരീരം കേവലം കർമ്മത്തിന്റെ ഫലമായിട്ട് നമുക്ക് കിട്ടിയ താൽക്കാലിക ഒരു സെറ്റപ്പാണത്. നമ്മുടെ ഓരോരോ ജന്മങ്ങൾ നമ്മൾ ഓരോരോ കർമ്മം ചെയ്തിട്ടുണ്ട്, അതിന്റെ റിസൾട്ടിന് വേണ്ടി കിട്ടിയ ഒരു ശരീരം, ഒറ്റ ഇത് കുറച്ച് കാലത്തേക്ക് ഉണ്ടാവുള്ളൂ അല്ലേ. ഒരു സ്റ്റോറി കുറച്ച് കാലത്തേക്ക്, ആ സ്റ്റോറി കഴിഞ്ഞ് അടുത്ത സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അടുത്ത ജന്മം വേറെ സ്റ്റോറി. അപ്പോൾ ഈ സ്റ്റോറികൾ ഇങ്ങനെ കുറെ കാലമായിട്ട് ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരോ ജന്മം എടുത്തിരിക്കുക. അപ്പൊ ഈ ജന്മത്തെ കുറിച്ച് ഒരുപാട് ആരും ടെൻഷൻ അടിക്കണ്ട, ഇത് കുറച്ച് കാലത്തേക്കുള്ളതാണ് അല്ലെ. ഓരോ ജന്മത്തിനെ കുറിച്ച് ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇത് നമ്മുടെ ശാശ്വതമായ ഒരു അവസ്ഥയേ അല്ല, ഇത് നമ്മുടെ ശാശ്വതമായ കാര്യമാണ്. നമ്മളൊരു ടെൻഷൻ അടിക്കണം ഭഗവാനെ അല്ലേ. പക്ഷെ ഇത് നമ്മൾ എത്രയോ 10-70 വർഷത്തേക്ക്, 70 വർഷം ഉണ്ടോന്ന് ഇനി അറിയില്ല. നമ്മള് വിചാരിച്ചു വെച്ചിരിക്കുന്നത് 70 വർഷം ഇല്ലേ. ജനിച്ചപ്പോഴേ മരിക്കുകയാണ്. ഇപ്പൊ ജനിച്ചപ്പോ തൊട്ടിട്ട് എപ്പോഴും മരണമാണ് കലിയുഗത്തില്. പണ്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 90 വയസ്സ് വരെയൊക്കെ ആൾക്കാർ ഇരിക്കുന്ന ഒരു പ്രതീക്ഷയുണ്ട്. നമ്മുടെ കാര്യത്തിൽ ഒട്ടും പ്രതീക്ഷയില്ല. അത്രയും ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് മാത്രം. അപ്പൊ പിന്നെ നമുക്ക് എന്താ ജോലി ശരിക്കും അല്ലേ. നമുക്ക് തന്നെ അറിയാം, നമ്മൾ തന്നെ കാണുന്നു, നമ്മുടെ കൺമുന്നിൽ കാണുന്നുണ്ട്. കുറച്ച് പേര് 40 വയസ്സിൽ മരിക്കുന്നു, 30 വയസ്സിൽ മരിക്കുന്നു, 50, 60 നമ്മൾ മരിക്കുന്ന ഉറപ്പുമാണ്. പിന്നെ നമ്മൾ എന്തിനാ ജനിച്ച്, എന്താ ജോലി നമ്മുടെ അല്ലേ. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ജനനം ഉണ്ടോന്ന് ഭഗവത്ഗീതയിൽ പറയണോ. അപ്പൊ ഇനിയും ജനിക്കണോ, ഇതുപോലുള്ള ശരീരം ഇനിയും കിട്ടണോ, എന്താ നമ്മുടെ ജോലി? ഇതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. ഇതിനെയാണ് നമ്മൾ അതോ ബ്രഹ്മ ജിജ്ഞാസ എന്ന് പറയുന്നത്. സാധാരണ ഞാനൊക്കെ ആയാലും ഈ ഭക്തിയിൽ വരുന്നതിന് മുമ്പ് എന്താ വെച്ചാൽ ഞാൻ അമ്പലത്തൊക്കെ പോകും, നല്ലോണം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ എന്തിനാ പ്രാർത്ഥിക്കുക വെച്ചാൽ വീട്ടിൽ നല്ല അല്ലെ, നമുക്ക് സന്തോഷം ഉണ്ടാവണം, നല്ല ജോലി കിട്ടണം, നല്ല രീതിയിൽ ജീവിക്കണം, ഇതായിരുന്നു അന്നത്തെ ചിന്ത. അതിനുവേണ്ടി പ്രാർത്ഥിക്കും. പക്ഷെ ഓരോന്ന് കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്കൊരു സന്തോഷം ഇല്ല അല്ലേ. ചെറിയ കുട്ടിയായിരുന്നപ്പോ വിചാരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ സമാധാനമായി, ഒരു ഡിഗ്രി ആണ് കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. ഇപ്പൊ തുളസീരൊക്കെ വിചാരപ്പോ ഇതൊന്നും കഴിഞ്ഞ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ രസം. കഴിഞ്ഞവർക്ക് മനസ്സിലായി ചെറുപ്പമായിരുന്നു സുഖം അല്ലേ. നിങ്ങൾക്ക് തോന്നില്ല ഇപ്പൊ 4ാം ക്ലാസ് ആയിരുന്നു സുഖം, തുളസിക്കൊക്കെ എന്ത് സുഖം എന്ന് ഇപ്പൊ ഇവർക്ക് തോന്നുന്നു. ഇവർക്ക് ഇരട്ടി ഭാരവും പഠിക്കാൻ. ഇപ്പൊ ഇവർ വിചാരിക്കും ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ പഠനം കഴിഞ്ഞ് സമാധാനം, സാലറി കിട്ടുമല്ലോ എന്ന്. ജോലി കിട്ടിയവർക്കൊക്കെ മനസ്സിലായിട്ടോ എത്ര ഉത്തരവാദിത്തം ഉണ്ട് അതിൽ അല്ലേ. ആ ഒരു സാലറി കിട്ടണമെങ്കിൽ അവർ എന്തോരം ടെൻഷൻ അടിച്ച് അല്ലേ, ഉത്തരവാദിത്തം പഠിക്കണേക്കാളും കഷ്ടമാണ് ജോലി കിട്ടിയപ്പോൾ. അപ്പൊ ഇനി റിലാക്സ് ആവാൻ കല്യാണം കഴിച്ചാൽ ശരിയാവെന്ന് വിചാരിക്കും. ഇപ്പൊ ഇവിടെ മിക്കവാറും പേരും കല്യാണം കഴിച്ചവരാണ് അല്ലേ. നല്ല റിലാക്സ് ആയല്ലോ കല്യാണം കഴിച്ചോടുകൂടി അല്ലേ. എല്ലാ ഉത്തരവാദിത്വം തലയിൽ വന്നു പെട്ടു അല്ലേ. ഭാര്യ, ഭർത്താവ്, കുട്ടികള്, അമ്മായിമ്മ, അമ്മാച്ചൻ അല്ലേ, വേറെ കുട്ടി, അവർക്ക് അസുഖം വരല്, കൊണ്ടോടല്, ഇത് തന്നെ എന്താ നമ്മുടെ ഒരു ജോലി. വയ്യാതെ വരിക, ആശുപത്രി കൊണ്ടുപോകാം അല്ലെ, അങ്ങോട്ട് വരിക, കുറച്ച് മാറുമ്പോ സമാധാനം കിട്ടി, കഴിഞ്ഞു. അതന്നെ പറഞ്ഞ കൊറേ ഉണ്ട് അല്ലെ. അപ്പൊ സത്യം പറഞ്ഞാൽ നമ്മൾ ആലോചിക്കും, ബുദ്ധിയുള്ളവർ ആലോചിക്കും, എന്താ ഇപ്പൊ നമുക്ക് എവിടെ സന്തോഷം, എന്താ നമ്മുടെ ജോലി, നമ്മൾ എന്തിനാ ജനിച്ചേ, ഈ ആശുപത്രി പോകാനും ഈ കുട്ടികളെ നോക്കാനും അല്ലെ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണോ ജനിച്ചതെന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് എന്താ ഞാൻ അങ്ങനെ ജനിച്ചില്ല, എന്താ എന്റെ ഉദ്ദേശം എന്ന് മനസ്സിലാവുമ്പോഴാണ് നമുക്ക് അങ്ങനെയുള്ള ചിന്ത എത്തണവർക്ക് ഗീത കയ്യിൽ തന്നെ വരും. ഏതെങ്കിലും ഭക്തന്മാരായിട്ട് നമുക്ക് സംഘം തരും. നമ്മളെ വെറുതെ വന്നിട്ടുള്ള എല്ലാ ഈ സത്സംഗത്തിലും നമ്മുടെ ഹൃദയം പല പ്രശ്നങ്ങൾ കൊണ്ട്, ചോദ്യങ്ങൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ വിഷമം കൊണ്ട്, ഒരു എന്തുകൊണ്ടാണ് വിഷമം തീരാത്താലും. ചിലവർക്ക് വിഷമത്തിന്റെ ആയിരിക്കില്ല, വേറെ കാര്യങ്ങൾ കൊണ്ട് ബോറടിച്ചിട്ട്. ചിലവർ വളരെ സുഖം ഉണ്ടാവും പക്ഷെ ഭയങ്കര ബോറടി, എന്നും ഇതെന്നെ ജീവിതം അല്ലേ. ഒരുപാട് സുഖിച്ച് ബോറടിച്ചവരുണ്ട് അല്ലേ. കുറേ ടൂറ് പോയി മതിയായി, ഇനിയിപ്പോ എന്താ, അങ്ങനെ ആലോചിച്ച് അത് മതി. എങ്ങനെ വന്നാലും ഈ ആത്മാവിനൊരു ഡെസ്റ്റിനേഷൻ ഇല്ലാത്ത അങ്ങനെ ചിന്തിക്കുന്നവർക്കാണ് ഭഗവാൻ അല്ലേ ഏതെങ്കിലും ഭക്തരായിട്ട് മനസ്സിലാക്കി തരും, നീ എൻ്റെ ഭക്തനാവണ്ട ആളാണ്, നീ എൻ്റെ അംശമാണ്, നീ ഇവിടത്തെ ആളല്ല, അതാണ് നിനക്ക് ഇവിടെ തൃപ്തി ഇല്ലാത്ത. എന്ത് കിട്ടിയാലും നമുക്കിവിടെ നമ്മളത്, നീ ശരീരമല്ല, നീ ആത്മാവാണ്, നീ എൻ്റെ അംശമാണ്, ഈ ശരീരം താൽക്കാലികമാണ്, ഈ ശരീരവുമായി ബന്ധപ്പെട്ട എല്ലാതും താൽക്കാലികമാണ്. മാത്ര സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖ ദുഃഖത ആഗമ പായിനോ നിത്യ സ്ഥാസ്ഥിതി ചുസ്യ ഭാരത. ഇത് എന്താണ്, ഈ സുഖ ദുഃഖങ്ങളുടെ വരവും പോക്കും മഞ്ഞുകാലത്തിന്റെയും വേനൽക്കാലത്തിന്റെയും ഗതിവിഗതികൾ പോലെയാണ്. നമുക്ക് മഞ്ഞുകാലം, ഇപ്പൊ വർഷകാലം വന്ന് ഇനി കുടയെടുക്കണം അല്ലേ. പക്ഷെ അത് എപ്പോഴും നിൽക്കുമോ, ഒരു 3-4 മാസം കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞു. ഒരു നവംബർ ഡിസംബർ ആകുമ്പോൾ കുറച്ച് തണുപ്പ് കാലമായി, മഴക്ക് കുറഞ്ഞു. അത് കഴിഞ്ഞാൽ വീണ്ടും അത് നിൽക്കുമോ, അത് നിൽക്കില്ല, പിന്നെ വേനൽക്കാലം വന്നു. ഇതേപോലെയാണ് നമ്മുടെ സുഖ ദുഃഖങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അർജുന, നീ അത് സഹിക്കാൻ പഠിക്കണം എന്നാ പറയുന്നത്.
താം സ്ഥിതി ക്ഷുസ്വ ഭാരത. ഭാരത, നീ ഇതിലൊന്നും വിഷമിക്കരുത്, ഇതിൽ മനസ്സ് അസ്വസ്ഥമാവരുത്, ഇത് സഹിക്കാൻ പഠിക്കണം എന്നാണ് പറയണത്. കാരണം ഇത് മാറിക്കൊണ്ടിരിക്കും, നമുക്ക് സുഖം വരും, ദുഃഖം വരും, എല്ലാതും മാറി മാറി വന്നുകൊണ്ടിരിക്കും. ഈ അവസ്ഥ നമ്മളെ ഫേസ് ചെയ്യാൻ പഠിപ്പിക്കുകയാണ് ഭഗവത്ഗീത ചെയ്യണത്. കാരണം ഇത് മുഴുവനായിട്ട് മാറ്റാൻ പറ്റില്ല, ഈ ലോകത്ത് സുഖമാക്കാൻ പറ്റില്ല. കാരണം ഈ ലോകത്ത് നമ്മുടെ സ്വന്തം അല്ലാത്തതുകൊണ്ട്, ഈ ലോകം നമ്മുടെ അല്ലാത്തതുകൊണ്ട് ഇവിടെ ശാശ്വതമായിട്ട് ആർക്കും സുഖമായിരിക്കാൻ പറ്റില്ല. അത് ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നത് ദുഃഖാലയം അശാശ്വതം എന്ന്. ഇത് ദുഃഖം നിറഞ്ഞ ലോകമാണ്, ഇത് ശാശ്വതമല്ല. ഇതില് എന്തൊക്കെയുണ്ട്? ജനിക്കും, മരിക്കും, ജരാനരകൾ വരും, അല്ലെ? പിന്നെന്താണ്? രോഗങ്ങൾ വരും. ഇതിനെ മാറ്റാൻ പറ്റില്ല എന്ന്. ജന്മ മൃത്യു ജരാവ്യാധി ദുഃഖ ദോഷാനുദർശനം. ഇവിടെ എന്തൊക്കെയാ ഉണ്ടാവുക? ജനിക്കും, ജനിച്ചു കഴിഞ്ഞാൽ കുറച്ചു കാലം കഴിഞ്ഞാൽ മരിക്കും, പിന്നെ വീണ്ടും ജനിക്കും. ഈ മരിക്കുന്നതിൻ്റെ ഇടയിൽ എന്തൊക്കെ സംഭവിക്കും? രോഗങ്ങൾ വരും, ജരാനരകൾ ബാധിക്കും. നമ്മൾ എത്ര ചെറുപ്പത്തിൽ എത്ര നല്ലതായിരുന്നു, അല്ലേ? പിന്നീട് നമ്മുടെ സ്കിന്നൊക്കെ അത് ചുക്കി ചുളിയാൻ തുടങ്ങും, അല്ലേ? ഇതൊക്കെ മുടിയൊക്കെ നരയ്ക്കാൻ തുടങ്ങും, പെയിൻ, അല്ലേ? ഇവിടെ എല്ലാവിടെയും അസുഖങ്ങൾ വരാൻ തുടങ്ങും, ബാക്ക് പെയിൻ, ആ പെയിൻ, ഇരുന്നെണിക്കാൻ വയ്യ, ഇതൊക്കെ എല്ലാവർക്കും. എനിക്കൊക്കെ തുടങ്ങിയപ്പോൾ 30 വയസ്സ് കഴിയുമ്പോഴേക്കും ഇതൊക്കെ തുടങ്ങി, അല്ലേ? എല്ലാതും നമുക്ക് തുടങ്ങി, അല്ലേ? നരയൊക്കെ. പിന്നെ നമ്മൾ ഡൈ ഒക്കെ ചെയ്ത് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് എന്നാലും ദേഹവേദന കളർ മാറ്റാൻ പറ്റും, ദേഹത്തിനുള്ളിൽ വേദന മാറ്റാൻ പറ്റില്ല, ബാക്ക് പെയിനും ഇതൊന്നും ബോഡി പെയിനൊന്നും മാറ്റാൻ പറ്റില്ല, ഇതൊക്കെ വരും. അപ്പൊ ഇതെല്ലാവർക്കും വരുന്നത്. ഇതിപ്പോ ഒരാൾക്കുള്ളതൊന്നുമല്ല. നമ്മളിപ്പോ ചെറിയ കുട്ടിയായിരുന്നല്ലോ ഞങ്ങളും, തുളസീനെ പോലെ കളിച്ച് നടന്നവരാണ് ഞങ്ങൾ. ഇപ്പൊ ഇതേ മാറി ബാക്ക് പെയിനൊക്കെ ആയി തുടങ്ങി, കുറെ നേരം ഇരുന്ന് കാൽ നിർത്താൻ തോന്നും, അല്ലേ? അപ്പോൾ ഇത് മാറ്റം വന്നു, ഇനി കുറച്ചുകൂടെ കഴിഞ്ഞാൽ കൂടുതൽ മാറ്റം വരും. അപ്പോൾ ഇതൊന്നും നിങ്ങൾ ആലോചിച്ച് ഒന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ വേണ്ടി ഒരുപാട് സമയം വേസ്റ്റ് ആക്കുകയും വേണ്ട, വേണ്ട രീതിയിൽ ജീവിക്കുക, അല്ലേ? നമുക്ക് എന്തായാലും ഇത് ജീവിച്ചല്ലേ പറ്റുള്ളൂ, തന്ന ജീവിതത്തിന് ജീവിച്ചേ പറ്റുള്ളൂ. അതിന് ഭഗവാന് സമർപ്പണമായിട്ട് ജീവിക്കുക. എന്ത് ചെയ്യണം എന്നാ പറഞ്ഞ ഭഗവാൻ? എന്നെ ഓർക്കുക. ഭഗവാന്റെ കണ്ടീഷൻ എന്താണ്? എപ്പോഴും എന്നെ ഓർക്കുക. പിന്നെയോ എന്നെ നമസ്കരിക്കുക. പിന്നെയോ എന്ത് ചെയ്യുമ്പോഴും എനിക്ക് വേണ്ടി ചെയ്യുക. കൃഷ്ണ അർപ്പണം എന്ന് പറഞ്ഞിട്ട് എന്ത് ജോലി ചെയ്യുകയാണെങ്കിൽ കൃഷ്ണ ഞാൻ ഇന്ന് ജോലി ചെയ്യാണ്, അല്ലേ? നിനക്ക് ഞാൻ ഈ ജോലി സമർപ്പിക്കണു എന്ന് പറയാം. അതുപോലെ എന്ത് ചെയ്യുമ്പോഴും ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ചെയ്യുക. അതിൽ നെഗറ്റീവ് ഒക്കെ വരും, അതൊന്നും പേടിക്കണ്ട. ഈ ലോകത്ത് നല്ലത് മാത്രമല്ല ചീത്തയും വരും, അല്ലേ? പിന്നെ എന്താണ് ഇങ്ങനെ ഭഗവാനെ എങ്ങനെ സ്മരിക്കണം, ഏത് രൂപം സ്മരിക്കണം എന്ന് കൂടി ഈ ശ്ലോകത്തിൽ പറയണത്. ഏത് രൂപത്തിൽ സ്മരിക്കാനാ പറയണത്? മുടിയിൽ മയിൽപ്പീലി ചൂടിയ അർജുനന് മുന്നിൽ വന്ന ആ രൂപം ഉണ്ടല്ലോ, മയിൽപ്പീലി ചൂടിയ, ഓടക്കുഴൽ വെച്ചിട്ടുള്ള, പിന്നെ എന്താണ് വനമാല ഇട്ടിട്ടുള്ള, 2 കൈയുള്ള ശ്യാമസുന്ദര രൂപത്തില് ഭജിക്കാനാണ് പ്രഭുപാദ് പറയുന്നത്. എന്താ വെച്ചാൽ പ്രഭുപാദാണ് നമ്മുടെ ഗുരു, അല്ലേ? അതുകൊണ്ട് നമ്മൾ പ്രഭുപാദ് പറയണതാണ് അനുസരിക്കേണ്ടത്. ബാക്കി ഒരുപാട് സമ്പ്രദായത്തിൽ പല രീതിയിലുള്ള വർഷിപ്പ് പറഞ്ഞിട്ട് അതൊക്കെ ശരി തന്നെയാണ്. ഓരോ ആചാര്യന്മാർ പറയുന്നതും ശരി തന്നെയാണ്. അവരെ ഫോളോ ചെയ്യുന്നവർ അത് തന്നെയാണ് ചെയ്യേണ്ടത്, അല്ലേ? ലഡ്ഡു ഗോപാൽ വർഷിപ്പ് പറയണ രുദ്ര സമ്പ്രദായം പറയുന്നുണ്ട്, അതും യഥാർത്ഥ സമ്പ്രദായം തന്നെയാണ്. പിന്നെ ലക്ഷ്മി സമ്പ്രദായത്തില്, ശ്രീ സമ്പ്രദായത്തില് ലക്ഷ്മി നാരായണ പൂജ ബ്രഹ്മ സമ്പ്രദായത്തിലാണ്. അപ്പൊ നമ്മുടെ വിധിച്ചിരിക്കുന്നത് നമുക്ക് എന്താണ്? മാത്വ ബ്രഹ്മ ഗൗഡീയ സമ്പ്രദായം. നമ്മുടെ ബ്രഹ്മ സമ്പ്രദായത്തിന്റെ ഇപ്പോഴത്തെ ആചാര്യൻ ആരാണ്? ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാണ്, അല്ലെ? അപ്പൊ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം നമ്മുടെ ഗോലോകത്ത് കൊണ്ടുപോകാനുള്ള രഹസ്യങ്ങളാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. വൈകുണ്ഠത്തിന്റെ അപ്പുറത്തേക്കാണ് പ്രഭുപാദ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഭുപാദ് വളരെ രഹസ്യമായിട്ട്, പ്രഭുപാദ് ഭഗവാന്റെ ഫ്രണ്ടാണെന്നൊക്കെ പറയണെങ്കിലും പ്രഭുപാദ് ഭഗവാന്റെ ഗോപികയാണെന്ന് ഒരു മഹാരാജ്, ഗോവിന്ദ മഹാരാജാണെന്ന് തോന്നുന്നു, പുരിയിലൊരു മഹാരാജ, എനിക്ക് ആ മഹാരാജിന്റെ പേര് ശരിക്കും ഓർമ്മയില്ല. ആ മഹാരാജ് പറഞ്ഞിട്ടുണ്ട് പ്രഭുപാദ് ശരിക്കും ഭഗവാന്റെ ഒരു ഗോപികയാണെന്ന്. അപ്പൊ അദ്ദേഹമാണ് ഇവിടെ വന്നിരിക്കുക. അപ്പൊ ആ ഗോപിക അവിടെ വന്നപ്പോ അദ്ദേഹം എങ്ങടെ കൊണ്ടുപോവാ? ആ ലോകത്തേക്ക് കൊണ്ടുപോകും, അല്ലെ? നമ്മളെ ഗോലോകത്തിന് വന്ന പാർട്ടിയല്ലേ. അപ്പൊ അദ്ദേഹം പഠിപ്പിച്ചിരുന്നത് നമുക്ക് ഗോലോക വൃന്ദാവനത്തിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ ശിവലോകത്തിന്റെ മുകളിലായിട്ട് ഒരു കോടാനുകോടി വൈകുണ്ഠ ലോകങ്ങളുണ്ട്. ആ വൈകുണ്ഠ ലോകത്തിന്റെ മുകളിലായിട്ട് അതിന്റെ തലസ്ഥാനമായിട്ട് ഗോലോക വൃന്ദാവനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോകമുണ്ട്, ആധ്യാത്മിക ലോകം. അവിടെ രാധാകൃഷ്ണന്മാരുടെ ലോകം, രാധാകൃഷ്ണന്മാരാണ് അവിടെ. കൃഷ്ണനാണ് സുപ്രീം. ആ കൃഷ്ണന്റെ രൂപമാണ് നമ്മളോട് ധ്യാനിക്കാനായിട്ട് പ്രഭുപാദ്. അതായത് അത് മോശം എന്നല്ല അത് പറഞ്ഞു വന്നത്, അല്ലെ? ഒന്നും മോശമല്ല, എല്ലാതും അതിൻ്റെതായ രീതിയിൽ കറക്റ്റാണ്, അല്ലെ? ഹനുമാൻ സ്വാമിയോട് കൃഷ്ണനെ നാമം ജപിക്കാൻ പറഞ്ഞാൽ ഹനുമാൻ സ്വാമി ഒരിക്കലും ജപിക്കില്ല. അദ്ദേഹത്തിന് രാമ മാത്രമേ ജപിക്കുള്ളൂ, രാമമന്ത്രം മാത്രമേ ജപിക്കുള്ളൂ. അതിന്റെ അർത്ഥം ഹനുമാൻ സ്വാമി മോശമാണെന്നാണോ? അല്ലെ? ഏറ്റവും ഉയർന്ന ഭക്തനാണ് ഹനുമാൻ സ്വാമിയുടെ ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഭക്തിയാണ്. പക്ഷെ അദ്ദേഹത്തിന് രാമനെ അല്ലാണ്ട് വേറെ ആരും ധ്യാനിക്കാൻ പറ്റില്ല, അത്രയ്ക്കും രാമഭക്തനാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം ശ്രീരാമന്റെ അടുത്ത് പോകാൻ അദ്ദേഹത്തിന് ഇഷ്ടമുള്ളൂ. അപ്പൊ അത് കറക്റ്റാണ്, അല്ലെ?
അപ്പം നമ്മൾ ഒരിക്കലും നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ എപ്പോഴും മറ്റൊന്നിനെയും നമ്മൾ വിമർശിക്കാനോ തരം താഴ്ത്താനോ കുറ്റം പറയാനോ ഒന്നും പാടില്ല. പക്ഷെ നമ്മുടെ ആചാര്യൻ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ശ്യാമസുന്ദര ഫോമിൽ ഭഗവാനെ ആരാധിക്കാൻ. എന്താണ് ശ്യാമസുന്ദര ഫോം എന്താ പറഞ്ഞത്? മയിൽപ്പീലി ചൂടിയുള്ള ബർഹാപീഠം നടവരബഹു കർണയോഹോ കർണികാരം രന്ധ്രാൻ വേണും അതരസുതയോർ. അതിന് മുൻപുണ്ടല്ലോ ബിഭ്രത് ഭാക്ഷം കനക കവിഷം വൈജയന്തീം ചമാല രന്ധ്രാൻ വേണും അതരസുതയോർ ആപൂരയൻ ഗോപവൃന്ദേർ. അത് ഈ ശ്ലോകം കംപ്ലീറ്റ് ഞാൻ പാടിയത് കറക്റ്റ് അല്ല, പക്ഷെ ആ ശ്ലോകത്തിന്റെ അർത്ഥം എനിക്കറിയാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബർഹാപീഠം നടവരവ്, ഇത് 10ാം സ്കന്ധത്തിലെ ഒരു ശ്ലോകമാണ്. ഈ കൃഷ്ണ ഭഗവാന്റെ വൃന്ദാവനത്തിലെ രൂപം, ഗോലോക വൃന്ദാവനത്തിലെ രൂപമാണത് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു ശ്രേഷ്ഠനായിട്ടുള്ള നർത്തകനെ പോലെ 15 വയസ്സുള്ള ഒരു ആൺകുട്ടിയാണ് ആര്? കൃഷ്ണ ഭഗവാൻ. ഗോലോക വൃന്ദാവനത്തിൽ കൃഷ്ണ ഭഗവാന്റെ പ്രായം എത്രയാ? 15 വയസ്സ്. അവിടുത്തെ ഭക്തന്മാരുടെ പ്രായം എത്രയാ? 14, 13, 12. അവിടെ നമ്മൾക്കൊക്കെ അവിടെ പോയി കഴിഞ്ഞാൽ വയസ്സ് എത്രയാവുള്ളൂ? 12, 13, 14. അതുപോലെ വയസ്സ്. എന്ത് രസമായിരിക്കും അല്ലേ? ഭഗവാനാണ് ഏറ്റവും മൂത്തത് അവിടെ. എത്രയാണ്? 15 വയസ്സ്. 15 വയസ്സ്, അത് നവ യൗവനം. യൗവനത്തിലേക്ക് കാലെടുത്ത് വെച്ചിട്ടില്ല, വെക്കാൻ പോണേയുള്ളൂ ആ പ്രായം. അദ്ദേഹത്തിന്റെ ഭംഗിയാണ് ഇനി വർണ്ണിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ രൂപം. അന്ന് ഹൈറ്റൊക്കെ നമുക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല. അന്നത്തെ ഹൈറ്റൊക്കെ 18 അടിയൊക്കെ ആയിരുന്നു ദ്വാപര യുഗത്തില്. ത്രേതായുഗത്തില് അതിൽ 25 അടി ഉയരമൊക്കെയാണ്. മരങ്ങളൊക്കെ അതുപോലെയാണ് വ്യത്യാസം. നമ്മുടെ ഉയരം വെച്ച് നമുക്ക് ഭഗവാന്റെ ഉയരം ഒന്നും ഇപ്പൊ പറയാൻ പറ്റില്ല അല്ലേ? ഓരോ യുഗത്തിലും വേറെ വേറെ ഉയരാണ്. ഭഗവാൻ അർജുനും 18 അടി ഉയരമായിരുന്നു. യശോദാമ്മ 12 അടിയൊക്കെ ഉയരമായിരുന്നു. നമ്മളെ മാക്സിമം 6-7 അടിയാണ് അല്ലേ? 7 അടി 8 അടി ഒക്കെ അല്ലേ ഇവിടെ വരില്ല. നല്ല ഉയരമുള്ള ഒരു 5-10 പേരുണ്ടാവും, ഒരു 8 അടി 10 അടിയൊക്കെ. അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ആ ഉയരം പറയണില്ല ഭഗവാന്റെ, പക്ഷെ രൂപഭംഗി പറയാൻ പറ്റും. എന്താണ്? അദ്ദേഹത്തിന്റെ മയിൽപ്പീലി ചൂടിയിട്ടുണ്ട് അല്ലേ? പിന്നെയോ കർണയോഹോ കർണികാരം, ചെവിയില് കർണികാര പൂക്കൾ വെച്ചിട്ടുണ്ട്. കർണികാരം പണ്ടൊരു നീലത്താമര, അത്ര നീലത്താമര പൂക്കളിനെയാണ് ഈ കർണികാര പൂക്കൾ എന്ന് പറയുന്നത്. അതിവിടെ ചെവിയിൽ വെച്ചിട്ടുണ്ട്. ഭംഗി ആലോചിക്കുക എങ്ങനെയായിരിക്കില്ലേ ഭഗവാന്റെ ചെവിയിൽ. കാതില് മകര കുണ്ടലങ്ങൾ ഇട്ടിട്ടുണ്ട്. ശംഖ് പോലത്തെ കഴുത്താണ്. ചെവി വരെ നീണ്ട കണ്ണുകള്. അതിൽ പിരികമൊക്കെ ഭഗവാന്റെ ഇങ്ങനെ വില്ല് പോലെ വളഞ്ഞ പിരിക എന്ന് പറയുന്നത്. ഉയർന്ന നാസിക, അതുപോലെ ചുണ്ടിന്റെ ഭംഗി, പല്ലിന്റെ ഭംഗിയൊക്കെ പറയുന്നുണ്ട്. കഴുത്ത് ശംഖ് പോലെ പറയുന്നുണ്ട്. പിന്നെ ശരീരമൊക്കെ താമര പോലെയാണ് ഭഗവാന്റെ. താമര പോലെയാണ് കണ്ണെന്നും പറയണ്ടത് അല്ലേ? പിന്നെ വൈജയന്തി പൂക്കൾ കൊണ്ടുള്ള മാലയാണ് ഭഗവാൻ ഇട്ടിരിക്കുന്നത്. വൈജയന്തിച്ച മാല. പിന്നെ വേണു, എപ്പോഴും കയ്യില് വേണു ഉണ്ട് അല്ലേ? ഭഗവാന്റെ ഓടക്കുഴലും. പിന്നെ ഭഗവാന്റെ കൂടെ എപ്പോഴും ഭഗവാന്റെ സുഹൃത്തുക്കളുണ്ട്. ഇങ്ങനെ വൃന്ദാവനത്തിന്റെ മണ്ണില് ഒരു ശ്രേഷ്ഠ നർത്തകനെ പോലെയാണ് ഭഗവാൻ പ്രവേശിക്കുന്നത്. അപ്പൊ എല്ലാവരും ഭഗവാന്റെ ആ സൗന്ദര്യം ആസ്വദിച്ച് നോക്കിക്കൊണ്ടിരിക്കും. ഇനി ഭഗവാന്റെ കളറാണെങ്കിലോ നീല കളർന്ന്, കറുപ്പ് കലർന്ന നീല. അതായത് പുതു കാർമേഘമില്ലേ, പുതിയതായിട്ട് വന്ന കാർമേഘത്തിന്റെ വർണ്ണത്തില് അതിൽ കുറച്ച് ബ്ലൂ കൂടെ കലരും. അപ്പോൾ ബ്ലൂയിഷ് ബ്ലാക്ക് എന്ന് പറയും. അങ്ങനത്തെ കളറാണ് ഭഗവാന്റെ. ശരീരത്തിന്റെ ആ നാഭിയുടെ ഭംഗിയൊക്കെ പറയുന്നത്. അതാണ് നമ പങ്കജനാഭായ, നമ പങ്കജ നേത്രായ. കണ്ണ് പങ്കജം പോലെ, താമര പോലത്തെ കണ്ണുകള്. നാഭി താമര പോലെയാണ്. പിന്നെ ശരീരം മുഴുവൻ, പാദങ്ങൾ താമര പോലെയാണ് ഭഗവാന്റെ. പാദങ്ങൾ വളരെ സോഫ്റ്റാണ്. ചെറിയ കുട്ടികളുണ്ടാവില്ലേ, അവരുടെ സോഫ്റ്റ് എത്രയാണ്? നമ്മൾ ചെറിയ ഒരു 6 മാസം 8 മാസം പ്രായമുള്ള കുട്ടികളിൽ എത്ര സോഫ്റ്റ്നെസ് ഉണ്ടാവോ അത്രയും സോഫ്റ്റാണ് ഭഗവാൻ. ഈ 15 വയസ്സുള്ള ഭഗവാന്റെ ദേഹം. തൊട്ട് കഴിഞ്ഞാൽ അപ്പം ചുവന്ന വേറെ അങ്ങനെ ഒരു കളർ വരും. പിന്നെ ഭഗവാന്റെ കാലിന്റെ നഖങ്ങളൊക്കെ വളരെ റോസ് കളറും, കാലിന്റെ അടിയൊക്കെ ചുവന്ന നിറവും. പിന്നെ ഭഗവാന്റെ കാലിന്റെ അടിയിലുള്ള കുറെ അടയാളങ്ങൾ, താമര, വില്ല്, ശംഖ്, ചക്രം, ഗദ, പിന്നെ മീന്, അങ്ങനെ കുറെ അടയാളങ്ങൾ ഭഗവാന്റെ. അപ്പൊ ഈ രൂപത്തിലുള്ള ഭഗവാനെ ധ്യാനിക്കാനാണ് പ്രഭു നമ്മളോട് പറയുന്നത്. നമ്മുടെ ആചാര്യൻ നമുക്ക് പറഞ്ഞത് നമ്മൾ ചെയ്യണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടില്ലല്ലോ, ഭഗവാനെ നേരിട്ട് കണ്ടിട്ടില്ല അല്ലേ? നമ്മൾ ഫീൽ ചെയ്തിട്ടുണ്ട് പലപ്പോഴും. പല അവസരങ്ങളും നമുക്ക് അനുഭവങ്ങൾ വരാറുണ്ട് ഭഗവാന്റെ. പക്ഷെ എന്നാലും നേരിട്ട് ഇങ്ങനെ കൃത്യമായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ നമ്മൾ എവിടെ നിന്നാണ് ഇത് അറിയുക അല്ലേ? ഭഗവാൻ ആരാണ്, എന്താണ് അതായത് ആരാ കണ്ടിരിക്കുന്നത്? ബ്രഹ്മാവ് അല്ലേ? ബ്രഹ്മാവ് കണ്ടിട്ടുണ്ട്. ബ്രഹ്മാവ് വർണ്ണിക്കുന്നുണ്ട് ബ്രഹ്മസംഹിതയിൽ. എങ്ങനെയാണ്? എന്താണ്? വേണും കുണന്തമരവിന്ദളായ ദാക്ഷം ഉണ്ട്. ആ ഭഗവാനെ വർണ്ണിക്കുന്നുണ്ട്. പിന്നെ കന്ദർപ്പ കോടി കമനീയ വിശേഷ ശോഭ എന്ന് പറഞ്ഞിട്ട് കോടിക്കണക്കിന് കാമദേവന്മാര് നിന്ന് കഴിഞ്ഞാൽ എന്തൊരു ചന്താണോ, അത്രയും ഭംഗിയാത്ര ഭഗവാൻ. കാമദേവൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൗതിക ലോകത്തെ ഏറ്റവും സുന്ദരനാണ് ആര്? കാമദേവൻ. കാമദേവനാണ് ഏറ്റവും ഭംഗി. അങ്ങനത്തെ കോടിക്കണക്കിന് കാമദേവന്മാർ ഒന്നിച്ചു ചേർന്നാൽ ഉണ്ടാവുന്ന ഒരു ഭംഗിയാണ്
കൃഷ്ണ ഭഗവാനുള്ളത്. ആ ഭഗവാൻ ആരെ വർണ്ണിച്ചിരിക്കുന്ന ആ ഭഗവാനെ? ബ്രഹ്മാവ് പോലുള്ള പരിശുദ്ധ ഭക്തന്മാര് ഭഗവാന്റെ രൂപം ഇന്നതാണെന്ന് വർണ്ണിച്ചിട്ടുണ്ട്. ആ രൂപത്തെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോട്ടോ അല്ലെ, ആ ഭഗവാന്റെ ഒരു ഫോട്ടോ വീട്ടിൽ വെച്ചിട്ട് എപ്പോഴും സ്മരിക്കുക. മന്മനാ ഭവ മദ്ഭക്ത, എപ്പോഴും ഓർക്കുക, എപ്പോഴും അദ്ദേഹത്തിനെ നമസ്കരിക്കുക. പിന്നെയോ അദ്ദേഹത്തിന്റെ നാമം ജപിക്കുക. എന്താ നാമം? കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. കൃഷ്ണന് അനന്തനാമങ്ങളുണ്ട്. കേശവൻ, പ്രഭുക്ക് പാടിയത് കേശവൻ, അച്യുതൻ അല്ലെ, ഗോവിന്ദൻ, ഇതൊക്കെ ഭഗവാന്റെ നാമങ്ങളാണ്. കോടിക്കണക്കിന് കൃഷ്ണ ഭഗവാന്റെ നാമങ്ങളുണ്ട്. പക്ഷെ ഓരോ യുഗത്തിലും യുഗധർമ്മമായിട്ട് ചില പ്രത്യേക മന്ത്രങ്ങൾ പറയും. ഇപ്പോൾ നമുക്ക് കലിയുഗത്തിൽ പറഞ്ഞിട്ടുള്ളത് ഗോലോകത്തിലെ മന്ത്രം തന്നെയാണ് അല്ലെ. അതിനു മുൻപ് നമ്മുടെ ധ്രുവ മഹാരാജാവൊക്കെ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള മന്ത്രമാണ് ജപിച്ചിരിക്കുന്നത് അല്ലെ. അങ്ങനെ പിന്നെ ഓം നമോ നാരായണായ മന്ത്രങ്ങളൊക്കെ ജപിച്ച് ഭഗവാനെ ധ്യാനിച്ച് ഭഗവാന്റെ അടുത്ത് എത്തിയ വൈകുണ്ഠ ലോകത്തിലെത്തിയ ഒരുപാട് ഭക്തന്മാരുണ്ട്. നമുക്ക് നമ്മുടെ ഭാഗ്യം കൊണ്ട് നമുക്ക് ശ്രീല പ്രഭുപാദന്റെ മിഷനിൽ വരാൻ പറ്റിയില്ലേ. ചൈതന്യ മഹാപ്രഭു 500 വർഷം മുമ്പ് നമുക്ക് ജനിച്ചു. നമ്മുടെ അടുത്ത് 500 വർഷം പറഞ്ഞാൽ അധികം ദൂരമില്ലല്ലോ മുമ്പ് ജനിച്ചിട്ട് എല്ലാവർക്കും ഗോലോക വൃന്ദാവനത്തിലെ കൃഷ്ണ ഭഗവാന്റെ മന്ത്രമാണ് നമുക്ക് തന്നിട്ടുള്ളത് കലിയുഗത്തില്. അപ്പൊ നമ്മൾ ഈ സമയത്ത് ജീവിച്ചിരിക്കണ കാരണം അല്ലെ, ഈ യുഗത്തിലെ പ്രത്യേകം ജനിച്ച കാരണം ഈ യുഗത്തിന്റെ പ്രത്യേക മന്ത്രം എന്താണ്? ഹരി നാമ ജപം. അത് എന്താണ്? ഏത് നാമ പറഞ്ഞിരിക്കണേ? ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഈ നാമം ജപിക്കുക. ഭഗവാൻ എപ്പോഴും ആ രൂപം, ഈ പറഞ്ഞെന്ന രൂപം ഉണ്ടല്ലോ അല്ലെ, മഞ്ഞപ്പട്ടുടയാട ചാർത്തിയോരക്കെട്ടും മഞ്ജുള പാദര ബിന്ദവും തൊഴുന്നേ, മയിൽ പീലി ചൂടിയ മൃദുമന്ദഹാസത്തിൻ അമൃതം നുകർന്നു ഞാൻ അറിയാതെ തൊഴുന്നേൻ. ഇതൊക്കെയാണ് ഭഗവാന്റെ രൂപമാണ്. മയിൽപ്പീലി അല്ലെ, മഞ്ഞപ്പട്ട്, വൈജയന്തിമാല, പിന്നെ എന്താണ് കർണികാര ചെവിയിലെ നീല താമരപ്പൂവ്, മകരകുണ്ടലങ്ങളുള്ള കാതിലെ കമ്മല്, ഭഗവാന്റെ ശംഖു പോലെയാണ് കഴുത്ത്. ഇതങ്ങനെ ഓർക്കുക. ചുവന്ന ചുണ്ടുകളും നീലം കറുപ്പുള്ള വർണ്ണവും അല്ലെ. ആ ശരീരമൊക്കെ നല്ല സുന്ദരനാണ്. ശരീരം എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഈ ജിമ്മിലൊക്കെ പോയിട്ട് എല്ലാവരും ഭംഗി വയ്ക്കാൻ നോക്കല്ലേ, പക്ഷെ ഭഗവാൻ ഓൾറെഡി ഭയങ്കര സുന്ദരനാണ്. ഈ വയറൊന്നും അധികം ഇല്ലേ ഭഗവാൻ, നല്ല ചന്തമായിട്ട് താമര പോലത്തെ വയറും അങ്ങനെയൊക്കെയാണ് ഭഗവാന്റെ. അപ്പൊ ഭഗവാന്റെ കൈയും കാലും ഇങ്ങനെ ഓരോ പാദങ്ങളുടെ ഭംഗി ഇങ്ങനെ ഓർത്തിട്ട് നമ്മൾ കേശാദിപാദം അല്ലെ, പാദം മുതൽ തല വരെ ഭഗവാന്റെ അങ്ങനെ ഭംഗിയിൽ ഓർത്തിട്ട് അദ്ദേഹത്തിനെ നമസ്കരിക്കുക, നാമം ജപിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു വേർപാടോ വിഷമോ ഒരു ഒറ്റപ്പെട്ട ഫീലിങ്ങോ ഉണ്ടാവില്ല. കൃഷ്ണൻ എപ്പോഴും നമ്മുടെ കൂടെയുള്ള കാരണം ഇതിന്റെ ഇടയിൽ നമ്മുടെ ഭൗതിക പ്രശ്നങ്ങളെല്ലാം ഭഗവാൻ മാറ്റിത്തരും. അതിനെക്കുറിച്ച് ഇനി വിഷമിക്കൊന്നും വേണ്ട. മാതാജി പറഞ്ഞത് മുഴുവൻ ഗോലോകത്ത് പോകേണ്ട കേസുകളാണ്. ഇവിടെ എങ്ങനെയാ ജീവിക്കുക വെച്ചാൽ ഇവിടെ ഓരോ സ്റ്റെപ്പിലും കൃഷ്ണനെ ആശ്രയിക്കുക. അപ്പൊ നിങ്ങൾക്കറിയാം അത്ഭുത ഫലങ്ങൾ. ഓരോ പ്രശ്നത്തിലും നമുക്കിപ്പോൾ ഇതിൻ്റെ ഓപ്പറേഷനാണ്, ശരി, കൃഷ്ണനെ പ്രാർത്ഥിക്കുക. പേടിയുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് തോന്നും നന്നായി നാമം ജപിക്കും എന്നറിയോ, ഈ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ട ഡോക്ടർ കൃഷ്ണനെ പോലെ തോന്നും. ഈ പിന്നെ ഇവരുണ്ടല്ലോ നഴ്സുമാരെ മുഴുവൻ ഗോപിയന്മാരെ പോലെ തോന്നും. അപ്പം നമുക്ക് ആ വേദനയും വിഷമമൊക്കെ പോയി കിട്ടും അല്ലേ. അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ എവിടെ ഇപ്പം നമ്മൾ ഓട്ടോയിൽ പോലും ബസ്സിൽ പോലും നമ്മൾ അത്രയും ഫീലിംഗ് നമുക്ക് വന്നു കഴിഞ്ഞാൽ ഡ്രൈവർ പോലും കൃഷ്ണനാണ് തോന്നും. ഭഗവാൻ വണ്ടി ഓടിക്കുന്ന കൃഷ്ണനാണ് എന്ന് വിചാരിക്കാൻ നമുക്ക് പേടിയുണ്ടാവില്ല അല്ലേ. അങ്ങനെ ആലോചിക്കണ്ട, ഇപ്പൊ അങ്ങനെ ആലോചിക്കണം കേട്ടോ. കാരണം ഇപ്പൊ ബസ്സിൽ കയറിയാ എത്തി. ഞങ്ങള് കൈപ്പറമ്പ് പോകാനായിട്ട് ബസ്സിൽ കയറിയാ ഞങ്ങള് പറഞ്ഞു ഒരു അരമണിക്കൂർ കൊണ്ട് എത്തും, പക്ഷെ നമ്മൾ 10 മിനിറ്റ് കൊണ്ട് എത്തും. അങ്ങനെയാ വണ്ടി ഓടുന്നത്. അപ്പൊ കൃഷ്ണാന്ന് വിചാരിക്കും അല്ലെ, ജീവിച്ചിരിക്കണ്ടോന്ന് ഉറപ്പില്ല. അവിടെ പോവാണെങ്കിൽ ഗോലോത് പൊക്കോട്ടെ എന്നുള്ള രീതിയിലാണ് പ്രാർത്ഥിക്കുക. അങ്ങനെ നാമം ജപിച്ച് ടെൻഷൻ ആകുമ്പോ നീ ഡ്രൈവറുടെ സ്ഥാനത്ത് കൃഷ്ണ നീ പോയിരുന്നോന്ന് മനസ്സിൽ വിചാരിക്കും. ഒന്ന് കൺട്രോൾ ആവാൻ അല്ലേ. ഇറങ്ങാനും പറ്റില്ല കയറാനും പറ്റില്ല അല്ല മാഷി. ബസ്സിൽ പോയവർക്ക് അറിയാം ഇറങ്ങാൻ. നമ്മളെടുക്കുമ്പോണ്ടാക്കും സത്യല്ലേ. എന്തിനാ അവർ ഓർഡർ നമ്മൾ ആലോചിക്കും. യാത്രക്കാരെ ഇറക്കാനും താല്പര്യമില്ല, കയറ്റാനും താല്പര്യമില്ല. ഓടന്നെ ബസ്. അപ്പൊ ശരിക്കും കൃഷ്ണനെ വിചാരിക്കാണ് നിവൃത്തിയില്ല. കാരണം റോഡും അങ്ങനെയാണ്.
റോഡ് മോശം, ഡ്രൈവർമാർക്ക് മത്സര ഓട്ടം അല്ലെ. ഇതിന്റെ ഇടയിൽ നമ്മൾ നമ്മൾ വിചാരിക്കും സ്വന്തം വാഹനത്തിൽ പോയ സുഖമാണെന്ന്. നമ്മളെയൊക്കെ അല്ലേ, നമ്മളൊക്കെ കുഞ്ഞു വാഹനം അവരുടെ മുമ്പില്, ബസ്സിന്റെ മുമ്പിൽ നമ്മളെയൊക്കെ അങ്ങനെ മാറ്റി ഓടിക്കുക. അപ്പൊ നമുക്ക് ഓരോ സ്റ്റെപ്പിലും ഭഗവാനെ സ്മരിക്കാണ്ട് ജീവിക്കാൻ പറ്റില്ല. എനിക്ക് തിരിച്ചു വരണത് കൃഷ്ണന്റെ കരുണയാണ്. സത്യമായിട്ട് വീട്ടിൽ നിന്ന് പോയിട്ട് തിരിച്ചു വരണത് ഭഗവാന്റെ കരുണയാണ്. ബസ്സിലും നമ്മുടെ കേരളത്തിലെ റോഡിൽ ഓടിയിട്ട് തിരിച്ചു വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ആയുസ് തീരാത്തോണ്ടും കൃഷ്ണന്റെ കരുണയോടാന്ന് ചോദിച്ചാൽ അപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ, ഓരോ സ്റ്റെപ്പിലും നമ്മള് ഭഗവാൻ തന്നെയാണ് നമ്മളെ രക്ഷിക്കണേ അല്ലേ. അതിപ്പോ വീട്ടിലെ കാര്യങ്ങളാണെങ്കിലും തരി, പഠന കാര്യമായാലും ജോലി കാര്യമായാലും, ഇനിയിപ്പോ ഓരോ ദിവസം കഴിഞ്ഞു കൂടുന്നതും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഭഗവാന്റെ അനുഗ്രഹം തന്നെയാണ് ജീവിക്കുന്നത്. അപ്പൊ നമ്മള് ഇനി ആധ്യാത്മികത്തിന് മാത്രമല്ല ഭഗവാൻ സഹായിക്കുക അല്ലെ, ഭൗതിക കാര്യങ്ങൾക്കും ഭഗവാൻ സഹായിക്കും. നമ്മൾ ജോലി കിട്ടാൻ വേണ്ടിയിട്ടും ഭഗവാനോട് പ്രാർത്ഥിച്ച ജോലിയൊക്കെ കിട്ടും. അതൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. നല്ല ഭർത്താവിനെ കിട്ടാനായിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കണം. നല്ല ഭാര്യയെ കിട്ടാൻ ഭഗവാനോട് പ്രാർത്ഥിക്കണം. എന്താന്ന് വെച്ചാൽ നല്ല ഭാര്യ നല്ല ഭർത്താവ് എന്ന് വെച്ചാൽ നമുക്ക് ഭക്തി കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഒരു കൂടുതലുള്ള ആളെ കിട്ടണം നമുക്ക്. അല്ലെങ്കിൽ നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാക്രിഫൈസ് ചെയ്ത് ജീവിക്കേണ്ടി വരും. അപ്പോൾ എപ്പോഴും ഭഗവാനോട് ഓരോ സ്റ്റെപ്പിലും പ്രാർത്ഥിക്കണം. നമ്മൾ വിചാരിക്കണോ അല്ലേ, ഭഗവാൻ ആധ്യാത്മിക കാര്യം മാത്രം ശ്രദ്ധിക്കണേ, ഇതൊന്നും ശ്രദ്ധിക്കേണ്ട, ഇതൊന്നും ചോദിക്കേണ്ടെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. നമുക്ക് ഒരു വീടിന്റെ കാര്യമാണെങ്കിലും ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് കൃഷ്ണ എനിക്ക് അനുകൂലമായിട്ട് നമ്മൾ നാമം ജപിക്കാൻ പറ്റി, സത്സംഗം ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിൽ വീട് വെക്കാൻ ഞങ്ങൾക്ക് സാധിക്കണം എന്ന് പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ എനിക്ക് വരണ ഭർത്താവ്, ഭാര്യ എനിക്ക് ഭഗവാന്റെ ഭക്തി ചെയ്യാനും എല്ലാം പറ്റുന്ന ഒരാളായിരിക്കണം എന്ന് പ്രാർത്ഥിക്കണം. അതുപോലെ ജോലി കാര്യങ്ങൾക്ക് നല്ല ഭക്തിയുള്ള കുട്ടികളുണ്ടാവാൻ പ്രാർത്ഥിക്കണം. ഓരോ സ്റ്റെപ്പിലും ആ കുട്ടികൾക്ക് എന്താ കണ്ണ് കാണണം അല്ലേ, മൂക്ക് ആലോചിച്ച് നോക്ക്, കണ്ണു കാണാത്ത എത്ര കുട്ടികളുണ്ട്. അപ്പൊ നമ്മൾ ആലോചിക്കുമ്പോൾ ഭഗവാന്റെ സഹായം എത്രയുണ്ട് അല്ലേ. എല്ലാ അവയവങ്ങളും നല്ല കൃത്യമായുള്ള കുട്ടികളാണോണേന്ന് ഇവിട്ടൊക്കെ പ്രാർത്ഥിക്കണം നമ്മള് അല്ലെ. തിരിച്ച് അതിന് ആവശ്യത്തിന് തൂക്കം ഉണ്ടാവണം, അല്ലെങ്കിൽ നമ്മൾ ടെൻഷൻ അടിക്കല്ലേ. നമ്മൾ വിചാരിക്കുന്നതൊക്കെ ഒരു ഈസി പ്രോസസ്സാണ്, പെട്ടെന്നല്ല. പക്ഷെ ഭഗവാന്റെ അനുഗ്രഹമാണ് ഓരോ സ്റ്റെപ്പിലും നമുക്ക് ഉണ്ടാവുന്നത്. അവർക്ക് ചെറിയ ചെവി കേൾക്കാണ്ടായി, കണ്ണു കാണാണ്ടായാൽ നമ്മുടെ അവസ്ഥ എന്തായി, അച്ഛനമ്മമാരുടെ മരണം വരെ അവരുടെ അത് കണ്ട് നമ്മൾ സങ്കടപ്പെടണം. അപ്പോൾ നമ്മൾ എല്ലാ അവസ്ഥയിലും ഭഗവാനോട് പ്രാർത്ഥിക്കണം. അത് പ്രാർത്ഥിക്കേണ്ട ഏത് ഭഗവാനാണ് നമുക്ക് എപ്പോഴും കൺഫ്യൂഷനാണ്. നമ്മൾ ഹിന്ദുസിന് എപ്പോഴും എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ദേവീദേവന്മാരൊക്കെ ഉള്ള കാരണം ആരെ പ്രാർത്ഥിക്കണം, ആരാണ് ഈശ്വരൻ കൺഫ്യൂഷനാണ്. പക്ഷെ ഭഗവത്ഗീത കൃത്യമായി പറയേണ്ടത് ദേവീദേവന്മാരെല്ലാവരും ഭഗവാന്റെ സെർവൻസ് ആണ്. അതായത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ സെർവന്റുകളാണ് വകുപ്പ് തല മന്ത്രിമാർ അല്ലെ. അവരുടെ സെർവന്റുകളാണ് അതിന്റെ കീഴിൽ വരുന്ന എല്ലാ ഓഫീസർമാരും അല്ലെ. ജില്ലാ കളക്ടർമാര്, അതുപോലെ തന്നെ IPS ഓഫീസർമാരൊക്കെ, അതിന്റെ ഹെഡ് ക്ലർക്കുമാരൊക്കെ അതിന്റെ കീഴിൽ വരുന്ന സെർവന്റുകളാണ്. ഇവർക്ക് നമുക്ക് പ്രത്യേകിച്ച് കൂലിയൊന്നും കൊടുക്കേണ്ട, അവര് നിയോഗിച്ചിരിക്കുകയാണ് നമ്മളെ സേവനം ചെയ്യാനായിട്ട്. അതുപോലെയാണ് സൂര്യ, ചന്ദ്ര അങ്ങനെയുള്ള ദേവന്മാരെ മുഴുവൻ കൃഷ്ണ ഭഗവാൻ നമുക്ക് വേണ്ടി നിയോഗിച്ചിട്ടുള്ളതാണ്. ഈ പ്രപഞ്ച ഭരണത്തിന് വേണ്ടിയിട്ട് ഭഗവാൻ നിയോഗിച്ചിട്ടുള്ള പരിശുദ്ധ ഭക്തന്മാർ, അതായത് നല്ല ഭക്തന്മാരുണ്ടാവുമല്ലോ, ജീവാത്മാക്കൾ നല്ലോണം നാമം ജപിച്ച ഭക്തന്മാര്. എന്നാൽ ഗോലോകത്ത് പോകാൻ പറ്റിയിട്ടില്ല, ഗോലോകത്ത് എൻട്രൻസ് കിട്ടിയിട്ടുമില്ല. എന്നാൽ നല്ലോണം നാമം ജപിച്ചിട്ടുള്ള ഭഗവാന്റെ ഭക്തന്മാരുണ്ടല്ലോ, ചെറിയ ചെറിയ മിസ്റ്റേക്ക് കൊണ്ട് അവർക്ക് ഗോലോകത്ത് പോകാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള ജീവാത്മാക്കളെ ഭഗവാൻ എന്ത് ചെയ്യും, ഇങ്ങനെ ദേവന്മാരായിട്ട് പോസ്റ്റ് ചെയ്യും. ചന്ദ്രനായിട്ടും സൂര്യനായിട്ടും ഗണപതിയായിട്ടും, മനസ്സിലായോ, ദേവീ ദേവന്മാരായിട്ടും പല പല ഉത്തരവാദിത്തങ്ങൾ കൊടുത്ത് പോസ്റ്റ് ചെയ്യണ ഭഗവാന്റെ സേവകരാണ് ആര്, ദേവീ ദേവന്മാർ. അപ്പോൾ അവരും നമ്മളും കണക്ഷൻ ഉണ്ട്. ഭഗവാന്റെ സെർവൻസ് നമ്മളെ സേവ ചെയ്യാനായിട്ട്. ഇപ്പൊ സൂര്യന്റെ ഉത്തരവാദിത്തമാണ് നമുക്ക് വെളിച്ചം തരാനായിട്ട്. അപ്പൊ സൂര്യൻ അതിന് കൈക്കൂലി കൊടുക്കേണ്ട കാര്യമില്ല. ഇവിടെ നമുക്ക് ഇവിടെ ഇപ്പോൾ ഗവൺമെന്റ് ഓഫീസർമാരുണ്ടല്ലോ, അഗ്രികൾച്ചർ ഓഫീസർ ഉണ്ട് അല്ലെ. ഓരോ ഓഫീസർമാർക്ക് നമുക്ക് പൈസ ശരിക്കും കൊടുക്കണ്ടല്ലോ. നിയമപരമായിട്ട് ഇവർക്ക് ആർക്കും കാശ് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം അവരുടെ ഉത്തരവാദിത്തമാണ് പോണ ആൾക്കാരുടെ അല്ലെ, വില്ലേജ് ഓഫീസർമാരുടെ ഒക്കെ ഉത്തരവാദിത്തമാണ് നമ്മുടെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അവർക്ക് സാലറി ആരാ കൊടുക്കണത്, ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. അതുപോലെ കൃഷ്ണൻ അവരെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇവർക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ആര് കൊടുക്കുന്നുണ്ട്, കൃഷ്ണ ഭഗവാൻ കൊടുക്കുന്നുണ്ട്. ഏത് ദേവന്മാർക്ക്, ഈ 33 കോടി ദേവന്മാർക്കും വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ആര് കൊടുക്കുന്നുണ്ട്, അവരുടെ യജമാനുണ്ടല്ലോ. ഈ 33 കോടി ദേവീ ദേവന്മാരെ ആരാണോ ഇവിടെ നിയോഗിച്ച് അവരുടെ യജമാൻ ആരാണ്, കൃഷ്ണ ഭഗവാനാണ് അല്ലെ, വിഷ്ണു ആണ്. അപ്പോൾ വിഷ്ണു അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അവർക്ക് നമ്മളൊന്നും പ്രത്യേകിച്ച് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം അവരുടെ ഉത്തരവാദിത്തമാണ് നമ്മളെ നോക്കേണ്ടത്, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. നമ്മൾ വിമർശിക്കാനും പാടില്ല. കാരണം അത് അവരാരാണ്, കൃഷ്ണന്റെ സെർവൻസ് ആണല്ലേ. എന്നെ പോലെ സാധാരണ എന്നെ നിങ്ങൾ എന്തിനാ റെസ്പെക്ട് ചെയ്യണത്, കൃഷ്ണന്റെ നാമം ജപിക്കണോണ്ടല്ലേ, കൃഷ്ണന്റെ ഭക്തയാണെന്ന് തോന്നിയത് കൊണ്ടാണ് മാതാജീനെ റെസ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവരൊക്കെ ആരാ, ഈ 33 കോടി ദേവീദേവന്മാരെ കൃഷ്ണന്റെ സർവന്റുകളാണ്. കൃഷ്ണനെ സേവിക്കുകയാണ് അവരെ നമ്മള് വളരെ ബഹുമാനത്തോടു കൂടി തന്നെ കാണണം. ഒരു തരത്തിലും അവരെ
നമ്മൾ ബഹുമാനം ഇല്ലാണ്ട് പെരുമാറാൻ പാടില്ല. ഒരു ഉറുമ്പിനെ പോലും നമ്മൾ ബഹുമാനിക്കണം എന്നാണ് പറഞ്ഞു തരുന്നത്, നമ്മൾ പഠിപ്പിച്ചു തരുന്നത് അല്ലേ. അപ്പൊ ഈ ദേവീദേവന്മാരെ നമ്മൾ നിന്ദിക്കാനൊന്നും പാടില്ല അല്ലേ. നമ്മൾ ഭക്തിയിൽ വരുമ്പോൾ ഇസ്കോണിൽ നമുക്കൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നാമജപമൊക്കെ പഠിച്ച് കൃഷ്ണൻ സുപ്രീം പഠിക്കുമ്പോൾ ബാഗേജ് ഓഫീസർ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമ്മൾ വിലയില്ലാതെ കാണിക്കാൻ പാടില്ല അല്ലേ. കാരണം അത് ഗവൺമെന്റ് എംപ്ലോയി ആണ്. അപ്പോൾ നമ്മൾ സർ വരൂ, ഇരിക്കൂ, കുടിക്കാൻ വല്ല വേണമെന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ വളരെയധികം ബഹുമാനത്തോടെ പെരുമാറണം. എന്ന് വെച്ചിട്ട് ഇദ്ദേഹമാണ് സുപ്രീം എന്ന് വിചാരിച്ചിട്ട് ഇദ്ദേഹത്തിന് എല്ലാ സേവയും ചെയ്യേണ്ട കാര്യമില്ല അല്ലേ. ഗവൺമെന്റ് ആണ് ആളുടെ സുപ്രീം, അദ്ദേഹം അല്ല. പക്ഷെ ഇദ്ദേഹം ഗവൺമെന്റിന്റെ ആളുമാണ്. അപ്പൊ ആ രീതിയിൽ നമ്മൾ ദേവന്മാരെ ഭഗവാന്റെ സെർവന്റുകളാണെന്നുള്ള രീതിയിൽ നമ്മൾ ബഹുമാനം വേണ്ട രീതിയിൽ കൊടുക്കും വേണം. എന്നാൽ ഭക്തി ചെയ്യേണ്ടത് ആർക്കാണ്? കൃഷ്ണന് വേണം ഭക്തി ചെയ്യാൻ. അപ്പൊ നമുക്ക് ഈശ്വരനെ മനസ്സിലാക്കണം. അത് നമ്മൾ പറയണതല്ല, ആരാണ്? ബ്രഹ്മാവാണ് പറയുന്നത്. ആരാണ്? ഈശ്വര പരമാ കൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാദിർ ഗോവിന്ദ സർവകാരണ കാരണം. ഈശ്വര പരമാ കൃഷ്ണ, പരമമായ ഈശ്വരൻ ആരാന്ന് പറഞ്ഞു? കൃഷ്ണനാണെന്ന്. അത് ആര് പറഞ്ഞു? ബ്രഹ്മാവ് ആരാ? നമ്മളെയൊക്കെ സൃഷ്ടിച്ചത് അല്ലേ. ആരാണ്? ദേവന്മാരെയും പഞ്ചഭൂതങ്ങളെയും മനുഷ്യരെയും അല്ലെ എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചത് ആരാണ്? ബ്രഹ്മാവാണ്. സൃഷ്ടികർത്താവായ ബ്രഹ്മാവാണ് പറഞ്ഞു തന്നിരിക്കുന്നത് നിങ്ങൾ ആരെയാണ് പൂജിക്കേണ്ടത്, ആരാണ് ഈശ്വരൻ എന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞ് കേൾക്കണ്ടേ? നമ്മളെ സൃഷ്ടിച്ച ആള് പറഞ്ഞു നമ്മൾ കേൾക്കണോ? കേൾക്കണം അല്ലെ. നമ്മളെ സൃഷ്ടിച്ച ആള് ബ്രഹ്മാവ്. ആ ബ്രഹ്മാവ് പറഞ്ഞത് പരമമായ ഈശ്വരൻ കൃഷ്ണനാണ്, അദ്ദേഹത്തിന്റെ നാമം ജപിക്കണം അല്ലെ. അപ്പൊ അദ്ദേഹത്തിന്റെ നാമം നമ്മൾ ജപിക്കുക. ഇവർക്കൊക്കെ വേണ്ട രീതിയിലുള്ള റെസ്പെക്ട്, നമ്മൾ പരസ്പരം എത്രത്തോളം നമ്മൾ ബഹുമാനിക്കണു സ്നേഹിക്കണു അതുപോലെ ദേവീദേവന്മാരെ നമ്മൾ കാണുമ്പോഴേക്കും നമസ്കരിക്കണം അവരെ. ഓരോ അമ്പലം നമ്മൾ ദേവീദേവന്മാരെ കാണുമ്പോൾ വീണ് നമസ്കരിക്കണം അവരെ അല്ലെ. അവര് ഭഗവാന്റെ സെർവന്റ് ആണ് അല്ലെ. അതിനു വേണ്ടിട്ട് അവരെ നമസ്കരിക്കണം. എന്നിട്ട് അവിടെ നിന്ന് വേഗം എണീക്കാൻ വേണം. നമസ്കരിച്ച് വീണ് ഇതാണ് കൃഷ്ണൻ എന്ന് വിചാരിക്കരുത്. അത് കൃഷ്ണനല്ല, കൃഷ്ണന്റെ സെർവന്റ് ആണ് അല്ലെ. അങ്ങനെ ഇപ്പൊ പ്രഭുപാദെ പോലും നമ്മൾ കൃഷ്ണനാണെന്ന് വിചാരിക്കില്ലല്ലോ. ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദാണ് ഇതെല്ലാം നമുക്ക് തന്നത്. അദ്ദേഹം 108 ടെമ്പിളുകൾ പണിത്. അദ്ദേഹത്തിന്റെ അമ്പലങ്ങൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തലകറക്കം വരും അല്ലെ. അത്രയും കോടിക്കണക്കിന് വിലമതിപ്പുള്ള അമ്പലങ്ങളാണ് പ്രഭുപാദ് പണിത്. എന്നിട്ട് പ്രഭുപാദിന് ആരെങ്കിലും പ്രഭുപാദിന്റെ ഈശ്വരനാണെന്ന് പറയണ്ടോ? പ്രഭുപാദിന്റെ നാമം ജപിക്കണ്ടോ? കൃഷ്ണന്റെ നാമല്ലേ ജപിക്കണേ. അതുപോലെയാണ് നമ്മള് ദേവീദേവന്മാരൊക്കെ. ഇതൊക്കെ ഓരോ ആചാര്യന്മാരാണ്. അവർക്ക് അവരുടെ രീതിയിൽ വേണ്ട രീതിയിൽ അവരെ ബഹുമാനിച്ച് അല്ലെ അവരെ സറണ്ടർ ചെയ്യണം. പക്ഷെ നാമം ആരുടെ ജപിക്കണം? കൃഷ്ണന്റെ, ഈശ്വരന്റെ നാമാണ് നമ്മൾ ജപിക്കേണ്ടത് അല്ലെ. അപ്പൊ ആരാണ് ഈശ്വരൻ നമുക്ക് പിടികിട്ടി? ആരാണ്? കൃഷ്ണ. ആരാ പറഞ്ഞത്? ബ്രഹ്മാവ് കേട്ടോ. സുമി മാതാജി പറഞ്ഞെന്ന് പറയരുത്. ബ്രഹ്മാവാണ് ഈശ്വരൻ ആരാന്ന് പറഞ്ഞു നിൽക്കണത് അല്ലെ. ആ പരമ്പരയാണ് നമുക്ക് പറഞ്ഞു നിൽക്കണത് അല്ലെ. ഈശ്വരൻ കൃഷ്ണനാണ്. ബാക്കിയുള്ളവർ ആരാന്ന് പറഞ്ഞു അല്ലെ. ആരാണ്? അദ്ദേഹത്തിന്റെ സെർവന്റുകളാണ്. വിവിധ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിദ്യയുടെ ദേവതയായിട്ട് സരസ്വതി ദേവിയെ നിയോഗിച്ചിരിക്കണു. തടസ്സങ്ങൾ നീക്കാനായിട്ട് ഗണപതി ഭഗവാനെ നിയോഗിച്ചിരിക്കണു. ഒക്കെ കൃഷ്ണ ഭഗവാൻ നിയോഗിച്ചിരിക്കുകയാണ് അവരെയൊക്കെ വേണ്ട രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ അവരൊക്കെ ആവശ്യമാണ് അല്ലെ. റെസ്പെക്ട് ചെയ്യണം. എന്നിട്ട് കൃഷ്ണന്റെ നാമം ജപിക്കണം. മനസ്സിലായി കറക്റ്റായിട്ട് കൃഷ്ണന്റെ രൂപം എന്താന്ന് മനസ്സിലായി. ആരാണ് ഈശ്വരൻ എന്ന് മനസ്സിലായി. ആരാണ് ഈശ്വരൻ? കൃഷ്ണ ഭഗവാനാണ്. അത് ആര് പറഞ്ഞെന്നു മനസ്സിലായി. നമ്മുടെ ബ്രഹ്മാവ് പോലുള്ള പരമ്പരയുള്ള ആചാര്യന്മാര് പറഞ്ഞതാണ്. അദ്ദേഹത്തിന്റെ രൂപം എന്താന്ന് മനസ്സിലായി. ഇനി കൃഷ്ണന്റെ ആവശ്യം എന്താണ്? നമ്മളോട് എന്താ പറഞ്ഞിരിക്കണേ? എന്നെ നാമം ജപിക്കുക. എന്നെ പേഴ്സണലി ഭഗവാൻ നമ്മളെ ഭഗവാന്റെ ലോകത്തേക്ക് കൊണ്ടുപോകും കേട്ടോ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് ഇതാണ്. വേഗം താങ്ക് യു നിർത്തിയിട്ടില്ലോ ഉണ്ടല്ലേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അപ്പൊ നിർത്തിയിട്ടോ ഹരേ കൃഷ്ണ. അപ്പൊ ഹരിനാമം ജപിക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ. അപ്പൊ എല്ലാവരും എവിടെയാണെങ്കിലും നാമം ജപിക്കാം. ഒരു വിഷമം വേണ്ട. ഭഗവാൻ കൂടെ ഉണ്ടാവും എല്ലാവരുടെയും. നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും.